നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിതിൻ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് കിട്ടിയത്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് നിതിന് അനിഷ്ടമായ എന്തോ കാര്യം നടന്നുവെന്ന വിലയിരുത്തലാണ് പോലീസ്. നിതിൻ രാജ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നത് കണ്ടതായി ദൃക്സാക്ഷികളും മൊഴി നൽകി. ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികളായ അധ്യാപകർ ഇപ്പോഴും ഒളിവിലാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിദ്യാർത്ഥികളും രംഗത്തെത്തിയിരുന്നു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പോലീസ് ഇത് സംബന്ധിച്ച് നിർണായക CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. 10-ാം തീയതി നിതിൻ ജീവനൊടുക്കുന്ന ദിവസം ഈ ഒരു പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്നും ഇത്തരത്തിൽ നടന്ന സംഭാഷണങ്ങൾ, 35 മിനിറ്റ് നേരം നടന്ന സംഭാഷണങ്ങൾ, അതിനൊടുവിൽ നിതിൻ്റെ ഫോൺ അവിടെ പ്രിൻസിപ്പൽ പിടിച്ചു വെക്കുന്നു. നിതിൻ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഇതിന് തൊട്ട് 10 മിനിറ്റിനകം നിതിൻ ആത്മഹത്യ ചെയ്യുന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. ഏതായാലും വളരെ നിർണായകമായ വിവരങ്ങളാണ് പോലീസിന് ഇത് സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത്. അവിടെ നടന്ന സംഭാഷണങ്ങളെല്ലാം പോലീസിന് ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അവിടെ ചർച്ച നടന്നത്. എങ്കിലും ഈ ഒരു കാരണം മാത്രമല്ല നിതിൻ ജീവനൊടുക്കാൻ കാരണമെന്ന് പോലീസ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊക്കെ, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതായാലും ഇപ്പോൾ പങ്കുവെക്കാൻ, ഈ ഒരു അന്വേഷണ ഘട്ടത്തിൽ പങ്കുവെക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ആ പോലീസ് അന്വേഷണം വളരെ ഊർജിതമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 7 അംഗ സംഘത്തെ രൂപീകരിച്ചാണ് പോലീസ് അന്വേഷണം. ഈ മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട് 9-ം തീയതി, അതായത് ഈ മരിക്കുന്ന 10-ാം തീയതിയാണ്, അത് 9-ാം തീയതി ഈ 98 കോളുകളാണ് നിതിൻ്റെ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്പ് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ ഭീഷണി സന്ദേശങ്ങളുണ്ട്, ഭീഷണി കോളുകളുണ്ട്. അതോടൊപ്പം ലത എന്ന് പറയുന്ന അധ്യാപികയുടെ മൊബൈലിലേക്കും 26 കോളുകളും അതുപോലെ തന്നെ സന്ദേശങ്ങളും എത്തിയാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇത് ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാണെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ ലത എന്ന് പറയുന്ന അധ്യാപികയുടെ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തല്ല ഈ നിതിൻ ഇത്തരത്തിലൊരു പണം ഈ ആപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളത്. റെഫറൻസിനായി ലത എന്ന് പറയുന്ന അധ്യാപികയുടെ നമ്പർ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരെ നിരന്തരം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഈ ഒരു കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് വലിയ തോതിൽ നിതിന് പ്രശ്നമുണ്ടാക്കി. 10-ാം തീയതിയാണ് ഈ അധ്യാപിക ഇങ്ങനൊരു പരാതി പ്രിൻസിപ്പലിന് നൽകുന്നത്. അതിനുശേഷം നിതിനെ അവിടെ വിളിച്ചു വരുത്തുന്നു. അത് ദൃശ്യങ്ങളിൽ ആദ്യം നിതിൻ അവിടെ വരുന്നു. മൊബൈൽ ഫോൺ കയ്യിലില്ലാത്തതുകൊണ്ട് വീണ്ടും നിതിൻ തിരിച്ചുപോയി മൊബൈൽ ഫോണുമായി അവിടെ വരുന്നു. അങ്ങനെ മൊബൈൽ ഫോൺ അവിടെ പിടിച്ചു വെക്കുന്നു. ഇതാണ് പോലീസിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അവിടെ നടന്ന സംഭാഷണങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ഈ മൊബൈൽ ആപ്പ് കമ്പനി അധികൃതരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ റാം എന്ന് പറയുന്ന ഈ വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ അനുഭവമാണ് നിതിനുണ്ടായത്. അതും വലിയ തോതിലുള്ള ഒരു മാനസിക സംഘർഷത്തിന് ഇടയാക്കി. അതോടൊപ്പം മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് വരും ദിവസങ്ങളിൽ പോലീസ് പുറത്തുവിടുമെന്നാണ് പറയുന്നത്. അത് വളരെ നിർണായകമായിരിക്കും ആ ഒരു കാര്യങ്ങളെന്നാണ് പോലീസ് പറയുന്നത്. പല കാരണങ്ങളും ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കുടുംബത്തിൻ്റെ, രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം സഹപാഠികളുടെയും അതുപോലെ തന്നെ ഈ അധ്യാപകരുടെയും മൊഴിയും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ നിർണായകമാണ് ഈ കേസുകളിൽ. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്, അതല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. ഇതിൻ്റെ ശാസ്ത്രീയ തെളിവുകളെല്ലാം ശേഖരിച്ചു വെച്ചതിന് ശേഷമായിരിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. ഇൻസ്റ്റാ പേ എന്ന് പറയുന്ന ആപ്പിൽ നിന്നാണ് നിതിൻ, കുടുംബം നേരത്തെ വ്യക്തമാക്കിയതുപോലെ 14,000 രൂപ വായ്പ എടുത്തത്. അമ്മയുടെ ആശുപത്രി ചികിത്സയ്ക്ക് ആവശ്യമായാണ് ഈ പണം എടുക്കുന്നത്. നിതിൻ അത് ഫെബ്രുവരി മാസം ആദ്യ വാരമാണ് ഈ ഒരു പണം എടുക്കുന്നത്. അതിനുശേഷം ഒരു 5,000-ഓളം രൂപ അതിൽ തിരിച്ചടച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള തുക അടക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കമ്പനി അധികൃതർ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളിൽ പോലീസ് കിടക്കുകയാണ്. ഇതിനിടയിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കോളേജിനെതിരെയും കോളേജ് മാനേജ്മെൻറ്റിനെതിരെയും പ്രത്യേകിച്ച് അധ്യാപകനെതിരെയുമുണ്ട്. അധ്യാപകൻ്റെ ഒരു ക്ലിനിക്ക് ഇത്തരത്തിൽ DYFI നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ താഴിട്ട് പൂട്ടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ കോളേജിലേക്കും വരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഒരു വിശദീകരണം വന്നിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. മാനേജ്മെൻറ്റ് ഇതിൽ ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിനൊപ്പം നിൽക്കാനോ ഇതുവരെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ആരും എത്തിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ പല ആളുകളും വിദേശത്താണ് ഇതിൻ്റെ ഉടമകൾ എന്നാണ്. ഏതായാലും നേരത്തെ വലിയ വിവാദമായ ഒരു അഞ്ചരക്കണ്ടി കോളേജുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇവിടെ ഇവർക്ക് അംഗീകാരം റദ്ദാക്കിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ദന്തൽ കോളേജ് മാത്രമാണ് ഇവിടെ കാര്യമായി പ്രവർത്തിക്കുന്നത്. മറ്റെല്ലാ സ്ഥാപനങ്ങളും ഇതിനകത്ത് അടഞ്ഞുകിടക്കുകയാണ്. ഇത് സംബന്ധിച്ചും വലിയ ദുരൂഹതയുണ്ട്. ഇത് സംബന്ധിച്ചും ഈ ഒരു പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. 7 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം. ഏതായാലും വരും ദിവസം ഇതിൽ കാര്യമായ നിർണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തുവിടും. അതോടൊപ്പം ഈ CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടേക്കാം. അത്തരം കാര്യങ്ങളെല്ലാം പോലീസ്
പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കടക്കുക. ഒരുപക്ഷെ അതിന് ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും പോലീസ് അന്വേഷണം ശരിയായ ദിശയിലേക്കെന്ന് ചൂണ്ടിക്കാട്ടുന്ന നിലയിലാണ് ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകും, പ്രതികളെല്ലാം പിടികൂടും എന്നതിനാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.